ചേട്ടാ ഈ ആഴ്ച കുറച്ച് ആക്ഷൻ പടങ്ങൾ പറയാലോ. പെട്ടെന്ന് കാണാൻ പറ്റുന്ന പറയണേ, ഒരു 1.5-2 മണിക്കൂറിനുള്ളിലൊക്കെ തീരുന്നത്. ഓക്കെ, ദാ പിടിച്ചോ. 2 മണിക്കൂറിനുള്ളിൽ കണ്ടു തീർക്കാവുന്ന 7 കിടിലൻ ഇന്റർനാഷണൽ ആക്ഷൻ ത്രില്ലർ പടങ്ങൾ. വൗ. Let us start, Maggie. ഫസ്റ്റ് പടം യഥാർത്ഥ സംഭവങ്ങളെ ബേസ് ചെയ്തൊരുക്കിയതാണ്. 2ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ സേനയെ, അതായത് നാസികളെ തുരത്താൻ വേണ്ടി ബ്രിട്ടീഷ് മിലിറ്ററി ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സിനെ രഹസ്യമായിട്ട് നിയോഗിക്കുന്നു. പക്ഷേ അവർ അത്ര നിസ്സാരക്കാരൊന്നും ആയിരുന്നില്ല. പടം ഗേ റിച്ചി സംവിധാനം ചെയ്ത് ഹെൻറി കാവിൽ, അലൻ റിച്ച്സൺ, അലക്സ് പെറ്റിഫർ തുടങ്ങിയ ഒരു വമ്പൻ താരനിരയുമായിട്ട് 2024 റിലീസായ ദ മിനിസ്ട്രി ഓഫ് അൺജെന്റിൽമാൻലി വാർഫെയർ. പഴയ കഥയാണെങ്കിലും സ്റ്റൈലിഷ് ആയിട്ടുള്ള മേക്കിംഗ് ആണ്. ഫാസ്റ്റ് പേസിൽ എൻഗേജിംഗ് ആയിട്ട് പോകുന്ന പടമാണ്. നല്ല ആക്ഷൻ, കിടു സൗണ്ട് ഡിസൈൻ, ഒപ്പം ഗംഭീര കാസ്റ്റിംഗുമാണ് പടത്തിലുള്ളത്. പക്ഷെ ഒരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാവാം പടം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. ആക്ഷൻ പ്രേമികൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന പടമാണ്. ആമസോൺ പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് കാണാം. തമിഴ്, ഹിന്ദി മാത്രമല്ല മലയാളം ഡബിങ്ങും അവൈലബിൾ ആണ്. IMDb റേറ്റിംഗ് 6.8 ആണ്. 2 മണിക്കൂറാണ് സിനിമയുടെ റൺ ടൈം. ഉടനെ കൃത്യം 2 മണിക്കൂർ ഉള്ളത് തന്നെ പറഞ്ഞു. അതെ, ഇതിന്റെ ലെങ്ത് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് വർക്ക് കുറയ്ക്കാമായിരുന്നു. അടുത്തത് ഈയിടെ റിലീസ് ആയിട്ടുള്ള ഒരു പടമാണ്. ഒരു വലിയ അപ്പാർട്ട്മെന്റിൽ ഹൗസ് കീപ്പിംഗ് ജോലിക്ക് പോകുന്ന നായിക അവൾക്ക് നേരിടേണ്ടി വരുന്ന ഭീകര സംഭവങ്ങളൊക്കെ പറയുന്ന സിനിമയാണ്. ചിത്രം 2026 റിലീസായ ദേ വിൽ കിൽ യു. ഒരു ഫൺ വാച്ച് പടമാണിത്. ബ്രൂട്ടൽ വയലന്റ് ആക്ഷൻ പ്രേമികൾക്ക് പറ്റിയതാണ്. ഫാസ്റ്റ് പേസിൽ എൻഗേജിംഗ് ആയിട്ട് തന്നെ പോകുന്ന പടമാണ്. ഇത് നിങ്ങളെ ഒട്ടും ബോറടിപ്പിക്കുകയുമില്ല. നായിക സാസി ബീറ്റ്സിന്റെ കിടലൻ ആക്ഷൻ പടത്തിലുണ്ട്. ബ്ലഡ് ഷെഡ് സീനുകൾക്കൊപ്പം അല്പം അറപ്പ് തോന്നുന്ന സീനുകളും സിനിമയിലുണ്ട്. പടം ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. പക്ഷേ മെയിൻ പ്ലാറ്റ്ഫോമിലൊന്നും വന്നിട്ടില്ല. ഉടൻ പ്രൈം വീഡിയോയിൽ വന്നേക്കും. അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിക്കണം അല്ലേ ഏട്ടാ? അത് തന്നെ. 1 മണിക്കൂർ 34 മിനിറ്റ് മാത്രമാണ് റൺ ടൈം. 18+ ആണ്, അത് ഓർക്കുക. പോലീസ് ആകാൻ ആഗ്രഹിച്ച് നടന്ന ഏതൻ ഇപ്പോൾ ലോസ് ഏഞ്ചലസിലെ എയർപോർട്ടിൽ TSA ഓഫീസറായിട്ട് ജോലി ചെയ്യുകയാണ്. ഒരു ക്രിസ്മസ് ദിവസം ജോലിക്കിടയിൽ പുള്ളിക്ക് നേരിടേണ്ടി വരുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ പറയുന്ന സിനിമ. ചിത്രം 2024 ഡയറക്റ്റ് നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ ക്യാരി ഓൺ. അത്യാവശ്യം ടെൻഷൻ ബിൽഡിംഗ് ആയിട്ടുള്ള ഒരു പടമാണ്. തുടങ്ങി തീരുന്നത് വരെ എൻഗേജിംഗുമാണ്. നല്ല ആക്ഷൻ കൊറിയോഗ്രഫി സിനിമയിലുണ്ട്. പ്രത്യേകിച്ച് ഒരു കാറില് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അത് കിടുവാണ്. നല്ല സ്ക്രിപ്റ്റ്, നല്ല പെർഫോമൻസുകൾ. ഈ 80കളിലെയും 90കളിലെയും ഒക്കെ ചില ഇംഗ്ലീഷ് ആക്ഷൻ പടങ്ങളിലേക്ക് ഒരു വൈബ് തരുന്ന ഒരു സിനിമയാണ്. നമ്മുടെ ഡൈഹാർഡ് ഒക്കെ ഇല്ലേ, അതുപോലൊരു പടം. പിന്നെ ചിലരെ ലോജിക്കൽ പ്രശ്നങ്ങളൊക്കെ സിനിമയിലുണ്ട്, അത് ഓർക്കുക. ഇത് നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് കാണാം. 1 മണിക്കൂർ 58 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. തമിഴ് ഡബിങ്ങും അവൈലബിൾ ആണ്. IMDb റേറ്റിംഗ് 6.5. 2 മണിക്കൂറിന് 2 മിനിറ്റ് കുറവ്. അടുത്തതും ഈയിടെ ഇറങ്ങിയ സിനിമയാണ്. നോർമൽ എന്ന പേരുള്ള ഒരു ചെറിയ ടൗണിലെ ഷെറിഫിന് പകരക്കാരനായിട്ട് താൽക്കാലികമായിട്ട് ജോലിക്ക് വന്ന നായകൻ പുള്ളി നേരിടേണ്ടി വരുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം 2026 ബോബ് ഓഡൻകിർക്ക് നായകനായിട്ട് വന്ന ഹോളിവുഡ് ആക്ഷൻ ത്രില്ലർ നോർമൽ. സിമ്പിൾ പ്ലോട്ട് വെച്ചിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പടമാണിത്. ആദ്യത്തെ ഒരു അരമണിക്കൂർ അല്പം സ്ലോ ആയിട്ടാണ് പടം പോകുന്നത്. അത് കഴിഞ്ഞ ഒരു പരിപാടിയുണ്ട്. പിന്നെ സംഭവം തീരുന്നവരെ കിടിലൻ എൻഗേജിംഗ് ആൻഡ് ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ് സിനിമയിലുള്ളത്. സെക്കൻഡ് ഹാഫ് പൊളിയാണ്. ജോൺ വിക്കിന്റെ റൈറ്റർ ഈ പടം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പടത്തിനൊരു ജോൺ വിക്കിന്റെ വൈബ് ഒക്കെ കാണാൻ പറ്റും. നോബഡിയുടെ ഒരു ചായകാശലും ഉണ്ട്. പടം ഈയിടെ തിയേറ്ററുകളിൽ റിലീസ് ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഉടനെ OTT വരുമോ? ഈ മാസം പകുതി കഴിഞ്ഞിട്ട് മിക്കവാറും മെയ് 19 ഡിജിറ്റൽ റിലീസ് ഉണ്ടാവുമെന്നാണ് കേട്ടത്. 1 മണിക്കൂർ 31 മിനിറ്റ് മാത്രമേ ഇതിന് റൺ ടൈം ഉള്ളൂ. ബ്രൂട്ടൽ വയലന്റ് രംഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പടം 18+ ആണ്, അത് ഓർക്കുക. നെക്സ്റ്റ്, ഒരു സമ്പന്ന കുടുംബത്തിലെ ഇളമുറക്കാരനെ കല്യാണം കഴിക്കാൻ പോവുകയാണ് ഗ്രേസ്. തുടർന്ന് ആ വീട്ടിൽ നടക്കുന്ന മരണക്കളിയെ കുറിച്ചാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം 2019 റിലീസായ റെഡി ഓർ നോട്ട്. ഒരു കംപ്ലീറ്റ് ഫൺ വാച്ച് സിനിമയാണിത്. ആക്ഷൻ, ഹൊറർ, ഡാർക്ക് ഹ്യൂമർ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ഒരു സ്ക്രിപ്റ്റ് ആണ് ഇതിനുള്ളത്. നല്ല ടെൻഷൻ ബിൽഡിങ്ങും എക്സൈറ്റിംഗും ആയിട്ടുള്ള നിമിഷങ്ങൾ പടത്തിലുണ്ട്. ഒപ്പം ചില ഫണ്ണി ആയിട്ടുള്ള സീൻസും സിനിമയിലുണ്ട്. സമാര വീവിങ്ങിന്റെ കിടിലം പെർഫോമൻസ് ആണ് പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാം. ഇതിന്റെ 2ാം ഭാഗം ഈ വർഷം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആക്ഷൻ പ്രേമികളുണ്ടെങ്കിൽ പടം ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ മിസ് ചെയ്യേണ്ട. ഇത് ജിയോ ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 മണിക്കൂർ 35 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 6.9 ആണ് ഇതിന്റെ IMDb റേറ്റിംഗ്. ഇത് കണ്ടതാ. ഇതിന്റെ 2ാം ഭാഗം ഉടനെ OTT വരും. മെയ് 5 ഇതിന്റെ ഡിജിറ്റൽ റിലീസ് ഉണ്ടെന്നാണ് കേട്ടത്. 1980കളിൽ ഹോങ്കോങ് നഗരത്തിൽ, അതും ഗുണ്ടാ സംഘങ്ങൾ അരങ്ങുവാഴുന്ന ഒരു നാട്ടിലേക്ക് ഒരു യുവാവ് എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും പറയുന്ന സിനിമയാണ് അടുത്തത്. ഇത് ഹോങ്കോങ്ങിൽ നിന്നുള്ള സിനിമയാണ്. ചിത്രം 2024 ഇറങ്ങിയ ട്വിലൈറ്റ് ഓഫ് ദ വാരിയേഴ്സ് വേൾഡ് ഇൻ. ചുമ്മാ ഒരു ആക്ഷൻ പടമല്ലത്, ഇമോഷണലി നന്നായിട്ട് കണക്ട് ആവുന്ന ഒരു സിനിമ കൂടിയാണ്. ഇതിലെ നായകൻ ആ ഒരു സിറ്റിയിലേക്ക് എത്തുമ്പോൾ നമ്മളും കൂടെ അവിടെ ചെല്ലുകയാണ്. സിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സിറ്റി ഒന്നും അല്ല കേട്ടോ. നമ്മുടെ മുംബൈ ഒക്കെ പോലെ കുറച്ച് ചേരി
ചേരി പ്രദേശമാണെന്ന് പറയാം. നമ്മളും ആ പടം കഴിയുമ്പോൾ ആ ചേരിയിലെ ഒരു അന്തേവാസിയായിട്ട് മാറിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഫാസ്റ്റ് പേസിലുള്ള കിടിലൻ ആക്ഷൻ രംഗങ്ങളുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള വില്ലനും പടത്തിന്റെ പോസിറ്റീവ് ആണ്. ലെങ്ത് ഒരല്പം വേണമെങ്കിൽ ഈ പടത്തിന്റേതും കുറയ്ക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഈ പടം പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. 1 മണിക്കൂർ 43 മിനിറ്റ് ആണ് റൺ ടൈം. 6.9 ആണ് IMDb റേറ്റിംഗ്. തമിഴ് ഹിന്ദി ഡബ്ബിംഗും അവൈലബിൾ ആണ്. ഇനി നമ്പർ 1 മൂവി. ഭാര്യയും 2 മക്കളും അടങ്ങുന്ന ഒരു കുടുംബം സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ജോലിയും ജീവിതവും ഒക്കെ നയിക്കുന്ന നായകനാണ് ഈ പടത്തിലുള്ളത്. ഒരു ദിവസം അയാളുടെ വീട്ടിലൊരു മോഷണം നടക്കുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് സിനിമ പറയുന്നത്. ചിത്രം 2021 ഇറങ്ങിയ ഇംഗ്ലീഷ് ആക്ഷൻ പടം നോബഡി. നായകൻ ബോബ് ഓഡൻകിർക്കിന്റെ ഗംഭീര പെർഫോമൻസ് പടത്തിലുണ്ട്. കിടിലൻ ഇമ്പാക്റ്റ് ഉള്ള ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു സിനിമയുമാണ്. പ്രത്യേകിച്ച് ബസ് ഫൈറ്റ് ഒക്കെ കിടു. ഇതിന്റെ സെക്കൻഡ് പാർട്ട് 2025 വന്നിരുന്നെങ്കിലും ഈ സിനിമയുടെ ഒരു ഇമ്പാക്ട് അതിന് തരാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഈ പടം നിങ്ങൾക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണാൻ പറ്റും. 1 മണിക്കൂർ 32 മിനിറ്റ് മാത്രമാണ് സിനിമയുടെ റൺ ടൈം. ഇംഗ്ലീഷിനൊപ്പം ഹിന്ദി ഡബ്ബിംഗ് അവൈലബിൾ ആണ്, തമിഴില്ല. ഈ ലിസ്റ്റിലെ മിക്ക സിനിമകളുടെയും ഞാൻ സെപ്പറേറ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഈ നോർമലും റെഡി ഓർ നോട്ട് 2 ഒക്കെ ഉടനെ പറഞ്ഞ പോലെ OTT വരുമല്ലോ അല്ലേ? പിന്നെ വരും, ഉറപ്പായിട്ടും വരുമായിരിക്കും അല്ലേ? ഇല്ല, ഇന്റർനെറ്റിന് ശക്തി ഉപയോഗിച്ചാൽ മതിയേ.